ിലും ബോംബെയിലെ മറ്റു ഭാഷയുണ്ട്, അതിലൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഈ വിവർത്തനം ചെയ്യാനായിട്ട് സമയമെടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരിക. അതുകൊണ്ട് അത് എത്ര കണ്ട് നന്നായി എനിക്ക് അറിയത്തില്ല. എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുമല്ലോ. പറഞ്ഞു പോയി ഇടയ്ക്ക് നിർത്തി കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല. അത് നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് രക്ഷിക്കപ്പെട്ടയാളാണ്. എന്റെ മാതാപിതാക്കന്മാർ യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്ന് ജീവിച്ചവരാണ്. ഞാനും അതുകൊണ്ട് യാക്കോബായിൽ ജനിച്ചു വളർന്ന് പഠിച്ചു പട്ടമേറ്റ് അങ്ങനെ പുരോഹിതനായി 25 കൊല്ലം ശുശ്രൂഷ ചെയ്തു. ആയിരത്തി 1988 ഡിസംബറിലാണ് സമുദായത്തിലെ ഫെലോഷിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര ഫെലോഷിപ്പിനായിട്ട് ചിന്തിച്ചും പ്രാർത്ഥിച്ചും രൂപം കൊടുക്കുന്നത്. മലങ്കര ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പ് എന്ന പേര് അതിന് കൊടുത്തു. ഞാൻ ആയിരിക്കുന്ന യാക്കോബായ സഭയിലെ ഫെലോഷിപ്പിന്റെ പേര് ആ കാലത്ത് സെന്റ് പോൾസ് പ്രയർ ഫെലോഷിപ്പ് എന്നായിരുന്നു. ചെറുപ്പത്തിൽ രക്ഷിക്കപ്പെട്ട് സഭയിലും രക്ഷിക്കപ്പെട്ട ഒരു പുരോഹിതനായി ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ വചനവിരുദ്ധമായ അനേക കാര്യങ്ങളും പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാക്കോബായ സഭയിൽ ഉണ്ട്. I understood that there are certain things that were happening in the traditional churches against the word of God. അതുകൊണ്ട് ദൈവവചനത്തിന്റെ സത്യമനുസരിച്ച് നീങ്ങുവാൻ അവിടെ ബുദ്ധിമുട്ട് വന്നു. And finally I found it's very difficult to move according to the perfectly with the word of God. അതുകൊണ്ട് സമുദായം വിട്ട് ദൈവിക കൂട്ടായ്മയായി ജീവിക്കുവാനുള്ള താല്പര്യത്തിലേക്ക് ഞാനും മറ്റുള്ളവരും കടന്നു വന്നു. Finally I decided to leave the traditional church and move away and get separated and live for Jesus Christ. എന്നോട് കൂടെ 4 അച്ഛന്മാരും അങ്ങനെ ഞങ്ങൾ 5 പേരെ ഒരുമിച്ച് ആ തരത്തിൽ നീങ്ങി. And another 4 priests also they joined me and we 5 worked together. ശിശുസ്നാനം ഞാൻ ചെറുപ്പത്തിൽ എടുത്തിട്ടുള്ളതാണ്. And I accepted the baptism when I was a small child. 1000-ഓളം കുഞ്ഞുങ്ങളെ ഞാൻ തന്നെ അപ്രകാരം സ്നാനപ്പെടുത്തിയിട്ടും കാണും. When I baptized more than 1000 children in my ministry. എന്നാൽ വിശ്വാസ സ്നാനത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയപ്പോൾ But I understood what is baptism, and it is by the faith that people move to baptism. 1990 ഏപ്രിൽ 3-ാം തീയതി And in 1990 April 3rd സഭയിൽ നിന്ന് രാജിവെച്ച് മാറുകയും and I resigned officially from the traditional church. 1990 ഓഗസ്റ്റ് 4-ാം തീയതി And in 1990 August ഇപ്പോൾ IPC സഭയുടെ ഒരു പ്രധാന ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ KC ജോൺ അവരുടെ കൈക്കീഴിൽ and it was in 1990 under the mighty hand of Lord and the pastor KC John. തിരുവല്ല നെടുമ്പുറത്ത് മണിമലയാറ്റിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്നാനം എടുക്കുകയും ചെയ്തു. And I got baptized together in Tiruvalla. അങ്ങനെ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ ആരംഭം And that was the beginning of that Christian. 1990 ഓഗസ്റ്റ് 4-ന് And it was in August 4, 1990. നിലവിൽ വന്നു. And we started there. അന്നുണ്ടായിരുന്ന ഫെലോഷിപ്പുകൾ 35ഓളം പകുതി വിഭജിച്ച് സമുദായത്തിലും ഇപ്രകാരം വേറെയുമായിട്ട് തിരിഞ്ഞു വന്നു. And after that they got separated and they moved in different congregation. എന്നാൽ ഇപ്പോൾ 100-ലധികം ചർച്ചുകൾ കേരളത്തിൽ സർവശക്തനായ ദൈവം തന്നു. And now by the grace of God we have more than 100 churches in Kerala. കുവൈറ്റിൽ ഒരു ചർച്ചുണ്ട്. We started one church in Kuwait. ദുബായിൽ ഒരു ചർച്ചുണ്ട്. One in Dubai. പിന്നെ മിഷൻ പ്രവർത്തനത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ
ഒറീസയിൽ 10 ചർച്ചുകളുണ്ട്. And as part of a mission, it's a ministry, we have 10 churches in Orissa. ഒറീസയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ സഭക്കാരായ നിങ്ങൾക്ക് ഇതിനു മുമ്പും അറിവുണ്ടല്ലോ. In this church also, you have some idea about the work in ministry. നിങ്ങൾ പ്രാർത്ഥിച്ച് സഹായിക്കുകയും സാമ്പത്തിക സഹായം ചെയ്തു തരികയും ചെയ്തത് You people are supporting that ministry. സന്തോഷത്തോടെ ഓർക്കുകയും And I remember. നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും I remember with gratitude and thanks. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. And I glorify God. തുടർന്നും പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. Please continue to pray for that ministry. കേരളത്തിനേക്കാൾ It's more blessed. വടക്കേ ഇന്ത്യയിൽ വേല ചെയ്യുന്നത് It's more blessing in North India. ആത്മാക്കളെ ലഭിക്കാൻ കൂടുതൽ പ്രചോദനകരമായ ഒന്നാണ്. It's encouraged your prayer and support to work in North India. അതുകൊണ്ട് ഇനി കാലങ്ങളും സമയങ്ങളും അവശേഷിക്കുന്നു എങ്കിൽ If God permits the time, വടക്കേ ഇന്ത്യയിൽ വേലകൾ വർദ്ധിപ്പിക്കാനായി ആഗ്രഹിക്കുന്നു. we need to do more ministry in North India. എന്നാൽ ഞങ്ങൾ സഭയായി വേർപെട്ട് കഴിഞ്ഞപ്പോൾ When we get separated and started a new church, അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, the many problems we had to face. മക്കളുടെ വിവാഹങ്ങൾ എങ്ങനെ നടക്കും, How our children get married, മരിച്ചാൽ എവിടെ അടക്കും, and what will happen when we die, where we get our funeral. എന്നിങ്ങനെയുള്ള വിഷയങ്ങളാൽ All these problems came to our mind, ഭാരപ്പെട്ടിട്ടുണ്ട്. and we were very much disappointed at that time. എന്നാൽ ഒരു സത്യം നിങ്ങളോട് പറയട്ടെ, And I will tell you one truth today. 1990 ഓഗസ്റ്റ് 4-ന് ഇറങ്ങി തിരിച്ചിട്ട് And when we started in August 4, 1990, 35 സ്ഥലത്ത് ഒരുമിച്ച് സഭകൾ ഉണ്ടാവുകയും and 35 places we started our churches, അതിലെല്ലാം ധാരാളം പേര് and many people കടന്നു വരികയും ചെയ്തു. came to their churches. എന്നാൽ 1.5 വർഷത്തേക്ക് But for 1.5 years, മരണം എന്ന് പറയുന്ന ആഭാസത്തെ and during that 1.5 years, ദൈവം തമ്പുരാൻ ഈ സഭയിൽ നിന്ന് നിരോധിച്ചു. and during that 1.5 years, nobody died. ഗർഭിണികൾ ഉണ്ടായിരുന്നു, And there were many people, പ്രായാധിക്യമുള്ളവരുണ്ടായിരുന്നു. many people who were very old. സ്വന്തമായിട്ട് ഒരു സെമിറ്ററി കിട്ടുന്നത് വരെയും And till we get a cemetery alone. മലങ്കര സഭയിൽ ആരെയും മരിക്കാതെ And God protected the people. കൃപയാൽ ജീവൻ നിലനിർത്തി കൊടുത്ത് And the old people were still lived without death. നമ്മെ കാത്തുപരിപാലിച്ച ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. And God protected the people during that 1.5 years without any death in our church. അന്നുള്ളവരുടെ എല്ലാം മക്കളെ വിവാഹം ചെയ്ത് നല്ല രീതിയിൽ അയക്കുകയുണ്ടായി. And all the people, the children got married in a very well manner. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ഈ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. And one thing I understood, our God is a mighty God and He can do mighty. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭയങ്ങളും എല്ലാം മാറ്റി And He will take away all your fears and agony from your heart. ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി കാലുവച്ചിറങ്ങുവാൻ And if you take a step with boldness. പിന്നീട് വളരെ സന്തോഷം എല്ലാവർക്കും ഉണ്ടായി. And the people got encouraged. ഇന്നും അത്ഭുതകരമായി ദൈവം വഴി നടത്തുന്നു. Until God is guiding us magnificently. ഞാൻ സ്നാനപ്പെട്ടത്, And when I got baptized, മറ്റുള്ളവർ സ്നാനപ്പെട്ടത് when other people baptized, ക്രിസ്തുവിനോട് ചേരുവാനാണ്. and we were to join. ഒരു സംഘടനയോടോ സഭയോടോ വ്യക്തിയോടോ അല്ല, It's not with we were baptized to join with. ക്രിസ്തുവിനോട് ചേരുന്ന ഒരു വിശുദ്ധ കർമ്മമാണ് സ്നാനം എന്ന് It is പറയുന്നത്. a mighty time to join with Jesus Christ through baptism. പെന്തക്കോസ്തിൽ അപ്പോസ്തലനായ പത്രോസിന്റെ ഒരു പ്രസംഗത്താൽ 3000 പേര് സ്നാനപ്പെട്ടു. It's by the preaching of Apostle Paul, 3,000 people got baptized. അവർ ആദിമസഭയോട് ചേർന്ന് നിന്നു. And they were with the ancient churches. അതുകൊണ്ട് ഇപ്രകാരമുള്ള ആ ദൈവം തമ്പുരാന്റെ കരുതലുകളും കാവലുകളും ഇന്നുവരെയും ഈ 2015 ഈ ദിവസം വരെയും സന്തോഷകരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. But till 2015, I still have that privilege and authority to tell that my Lord is a good God and He is. അതുകൊണ്ട് ദൈവത്തിന്റെ വചനപ്രകാരം And I encourage you this. കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ
and according to the word of God. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുവാൻ And if you are standing for the word of God, നിങ്ങളും ഇറങ്ങിത്തിരിച്ച് and if you start, ഈ വേല തികയ്ക്കുകയും and if you start your journey, അനേകരെ സഭയിലേക്ക് കൊണ്ടുവരികയും and if you continue to bring more people for Lord, ചെയ്യേണ്ടതാകുന്നു. and you need to do ദൈവം നിങ്ങളെ അത്ഭുതകരമായി വഴി നടത്തും. and God will abandon it. ചോദിച്ചതിലും നനച്ചിലും അത്യന്തപരമായി വഴി നടത്തും. According to things and your imagination, God will bless abundantly. അതിശയകരമായി വഴി നടത്തും. And God will bless abundantly. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ ചെന്നപ്പോൾ And when the priest they carried the ark, and when they went into the river, ചെങ്കടൽ വറ്റിപ്പോകുകയും മനോഹരമായ ഒരു ഹൈവേ അവിടെ ഉണ്ടാവുകയും ചെയ്തു. when the priest entered to the river, and when they kept the step into the river, and the river got separated. കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് And when you accept Jesus Christ in your heart, ഓരോ കാൽപാദങ്ങളും വെച്ച് മുമ്പോട്ട് നീങ്ങിയാൽ when you start your life with Jesus Christ, ദൈവം അത്ഭുതകരമായി വഴി നടത്തും. God will bless you and guide you abundantly. പിറകിൽ മിസ്രയീം സൈന്യം നിൽക്കുമ്പോൾ Or when the Israel, when the മുൻപിൽ ആർത്തിരുമ്പുന്ന ചെങ്കടൽ പായുമ്പോൾ when the Egypt army behind and in front of you, ഇസ്രായേലിന്റെ നേതാവായിരിക്കുന്ന മോശ ഒരു വടി നീട്ടി പിടിച്ചുകൊണ്ട് Moses he stretched his rod for, ആ രാത്രി അവിടെ നിന്നപ്പോൾ and when he stretched his rod, കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച് നദി വറ്റിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. created a different wind and he separated the road. ഇസ്രായേൽക്കാരെ മിസ്രയീമിൽ നിന്ന് കനാനിലേക്ക് കൊണ്ടുപോയ ദൈവം ഇന്നും ജീവിക്കുന്നു. And that God who started the people's journey from Egypt, ആ ദൈവം നമ്മെ ഈ ലോകത്ത് നിന്ന് രക്ഷിച്ച് തന്റെ മക്കളാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. and that God is still living, and he will take you from this world and he will continue to the heaven. ഇപ്രകാരം അത്ഭുതം പ്രവർത്തിക്കുന്ന And that mighty വഴി നടത്തുന്ന and that God will guide you. ദൈവത്തിങ്കിലേക്ക് And that those people, നമുക്ക് ഒരുമിച്ച് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. we surrender ourselves to that mighty hand of God. മാനസാന്തരപ്പെടാം, And we need to be transformed. സ്നാനപ്പെടാം, And we need to be ആത്മാവിനെ പ്രാപിക്കാം, and we need to receive. വിശുദ്ധിയും വേർപാടുമുള്ളവരായി ജീവിക്കാം, We need to be kept separated. അപ്പോസ്തലിക ഉപദേശം കേൾക്കാം, And we need to listen the word. കൂട്ടായ്മ ആചരിക്കാം, And we need to have fellowship. പ്രാർത്ഥന നടത്താം, And we need to have prayer. അപ്പം നുറുക്കൽ ശുശ്രൂഷ നടത്താം. We need to have the breaking of ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് വളരാം, and like this we need to grow. ഒരുമിച്ച് ജീവിക്കാം, We need to live together. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. We need to give glorify our God. ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കട്ടെ. And let me wind up my testimony. തുടർന്ന് കർത്താവിന്റെ മേശ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നുറുക്കൽ ശുശ്രൂഷ നമുക്ക് നടത്താം.